ओम शांति। आज बाबा ने मुरली में स्लोगन में एक बात बताई है कि जब आप न्यारा और प्यारा बन जाएंगे तो सदा सेफ रहेंगे। ഇന്നത്തെ ബാബയുടെ മഹാവാക്യം നാം എല്ലാവരും കേട്ടതാണ്. അതിൽ ബാബ സ്ലോഗനിൽ പറഞ്ഞിരിക്കുന്ന വാക്യം എത്രമാത്രം നമ്മൾ വേറിട്ടവരും എന്ന് വെച്ചാൽ നിർമോഹികളും അതുപോലെ തന്നെ ബാബയ്ക്ക് പ്രിയരായി മാറുന്നുവോ അത്രത്തോളം നാം സുരക്ഷിതരായിരിക്കും. डिटैच माना किससे डिटैच होना? അതിൽ ന്യാരാപ്പൻ എന്ന് പറയുമ്പോൾ വേറിട്ടിരിക്കുക, ഇപ്പൊ ഡിറ്റാച്ച്ഡ് അവസ്ഥ. അപ്പൊ എന്തിൽ നിന്നാണ് നാം ഡിറ്റാച്ച് ആയിരിക്കേണ്ടത്? कल भी बाबा ने एक बहुत अच्छी बात कही है कि जब आप शरीर से भिन्न हो जाएंगे तो कर्मेंद्रिय शीतल हो जाएंगे. आपको याद है? ഇന്നലെയും ബാബ മഹാവാക്യത്തിൽ ഒരു സുന്ദരമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എപ്പോഴാണ് നിങ്ങൾ ദേഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത്, कर्मेंद्रिय शीतलमाകും. तो कर्मेंद्रिय शीतल नहीं होने का कारण ये है शरीर का भान. അപ്പൊ കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ ശീതളമാകുന്നില്ല, അതിന്റെ കാരണമാണ് ശരീരം എന്നുള്ള ബോധം. शरीर से डिटैच होना बहुत ज़रूरी है, क्योंकि जब हमारे कर्मेंद्रिय बहुत एक्टिव हो जाते हैं तो हम ये अनुभव करते हैं शरीर और आत्मा दोनों अटैच हो गए हैं. ശരീരം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ആവശ്യകത വളരെയധികം ഉണ്ട്. കാരണം എത്രമാത്രം ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തനം കൂട്ടുന്നു അത്രത്തോളം സ്വയമിൻ്റെ ഉള്ളിൽ ബോധം തോന്നിപ്പോവും. ശരീരം പിന്നീട് ആത്മാവ് അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. तो कर्मेंद्रियों को हम यदि कंट्रोल करना चाहते हैं तो बाबा बोलते हैं आप पहले शरीर से डिटैच होना, ये सीखना है हमको. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ബാബ നമുക്ക് നൽകിയിരിക്കുന്ന ആദേശമാണ് ആദ്യം നമ്മൾ ദേഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ള അഭ്യാസികളായി മാറണം. അത് പഠിക്കണം. देह से डिटैच होना माना फिजिकली नहीं हो सकता है, शरीर से डिटैच होना नहीं हो सकता है, लेकिन मेंटली हो सकता है. ദേഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക, ഡിറ്റാച്ച് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മാ ശരീരത്തിൽ നിന്ന് മൊത്തത്തിൽ വേറിടുക അത് സാധ്യമല്ല, പ്രാക്ടിക്കൽ അല്ല. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഈ ദേഹം എന്ന ബോധത്തിൽ നിന്നും വേറിട്ട് നിൽക്കാൻ സാധ്യമാകും. डिटैच होने के लिए हमारा मन में क्या क्या विचार चल रहे हैं इसके ऊपर हमारा अटेंशन होना ज़रूरी है. ഇപ്പോൾ ദേഹത്തിൽ നിന്ന് നാം ഡിറ്റാച്ച് ആകണമെങ്കിലും ആദ്യം നമ്മൾ മനസ്സിലേക്ക് അറ്റൻഷൻ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങൾ നടക്കുന്നു എന്നുള്ള ആ ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടായിരിക്കണം. मन में जो संकल्प रचाया जाता है वो क्या है? वो एनर्जी है. हर संकल्प एनर्जी होता है. മനസ്സിൽ എന്താണോ സങ്കല്പങ്ങൾ ഉൽപ്പന്നമാകുന്നത് അതൊക്കെ ഒരു ഊർജമാണല്ലോ. ഓരോ സങ്കല്പവും ഊർജമാണ്. तो जितना ज़्यादा हम व्यर्थ सोचते हैं उतना हमारा एनर्जी चले जाता है. എത്രമാത്രം നമ്മൾ വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്യുന്ന അത്രത്തോളം നമ്മുടെ എനർജി അവിടെ പാഴാവുകയാണ്, വ്യർത്ഥമാവുകയാണ്. हमारा मन और इस आँखों के बीच में बहुत गहरा संबंध है. നമ്മുടെ മനസ്സും പിന്നീട് കണ്ണുകൾക്കും വളരെയധികം അടുത്ത സംബന്ധമുണ്ട്. Where our attention goes,
एनर्जी गोस. എവിടെ നമ്മുടെ ശ്രദ്ധ പോകുന്നു അവിടത്തേക്ക് എനർജി, അത് ഊർജം ഒഴുകും. तो जो जो हम देखते हैं ना, देखने से हमारा एनर्जी चले जाता है, क्योंकि जहाँ जहाँ हमारा आंख जाता है ना, वहाँ वहाँ हमारा संकल्प भी जाता है साथ साथ. അപ്പൊ എവിടെയൊക്കെ നമ്മുടെ കണ്ണുകൾ പോകുന്നോ, നമ്മുടെ ദൃഷ്ടി പോകുന്നോ, അവിടത്തേക്കൊക്കെ നമ്മുടെ മനസ്സും എത്തും. അവിടത്തേക്ക് ആ ഊർജത്തിന്റെ ഒഴുക്കും ഉണ്ടാകും. इसीलिए हमारा दृष्टि एक ही रहना चाहिए, एक ही जगह रहना चाहिए. ये योगियों का एक पकड़ रहता है, एक अभ्यास रहता है. योगी है ना, इधर उधर नहीं देखते, उसका आंख भी इधर उधर नहीं चलता, एक ही जगह देखता है. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടി ഒന്നിലേക്ക് മാത്രമായിരിക്കണം, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ ഉള്ളതായിരിക്കണം. സാധാരണ യോഗികൾക്ക് സ്വയം ഒരു തോന്നലുണ്ടാകും, പറഞ്ഞാൽ അവർക്കൊരു ഹഠമുണ്ടാകും. അതായത് യോഗി എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും, അവരുടെ കണ്ണുകൾ മറ്റെവിടെയും ചലിക്കുകയില്ല. ഇങ്ങനെ ചഞ്ചലപ്പെട്ട് ഇങ്ങനെ ചലിക്കുന്ന ഒരവസ്ഥ യോഗികൾക്ക് ഉണ്ടാവില്ല. അവരെപ്പോഴും ഒന്നിലേക്ക് മാത്രം അവരുടെ ദൃഷ്ടി പോകും. तो हमारा दृष्टि कहाँ कहाँ जा रहा है, इसके ऊपर हमारा अटेंशन होना चाहिए. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണുകള് എവിടേക്കൊക്കെയാണോ പോകുന്നത് എന്നുള്ളത് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. तो इधर उधर चले जाता है, मन चंचल है, तो हमारा मन का संकल्प का जो बल है, मनोबल है, जो शक्ति है, एनर्जी है, वो कम होता जाता है. അപ്പൊ മനസ്സ് ചഞ്ചലപ്പെടുകയാണല്ലോ. കണ്ണുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധ കണ്ണുകൾ കൊണ്ട് പോകുമ്പോൾ എവിടെയൊക്കെ നോക്കുന്നു, അപ്പൊ അതിന്റെ അർത്ഥം മനസ്സും അവിടെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സ് എത്രമാത്രം വിചലിതമാകുന്നു, ചഞ്ചലപ്പെടുന്നു, അത്രത്തോളം നമ്മുടെ എനർജിയും കൂടി ചോർന്നു പോവുകയാണ്. आप समझिए कि आप बस स्टेशन में बैठे हैं और आपको कहीं जाना है, बस आने के लिए थोड़ी देर बाकी है, तो आप क्या करेंगे? ഉദാഹരണ രൂപത്തിൽ ബായി പറഞ്ഞു തരാണ്. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്, നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് പോകണം, ആ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ് കുറച്ച് വൈകിയാണ് വരുന്നതെങ്കിൽ ആ ഒരു സമയത്ത്, ആ ഒരു ടൈം പീരീഡ് നമ്മൾ എന്തായിരിക്കും ചെയ്യുക? तो हम इधर उधर देखते हैं, कौन आया, कौन गया, कौन सा बस गया, कौन सा बस में कौन बैठा है, ये सभी हम देखते रहते हैं. तो ये वेस्ट है ना, इससे एनर्जी लॉस हो जाता है. ബായി പറഞ്ഞു തരണം, വ്യക്തമാക്കാണ് ഉദാഹരണത്തിലൂടെ നമ്മുടെ എനർജി എങ്ങനെയാണ് വ്യർത്ഥമാകുന്നത്, മനസ്സെങ്ങനെയാണ് ദൃഷ്ടി പോകുമ്പോൾ മനസ്സെങ്ങനെയാണ് ചഞ്ചലപ്പെടുന്നത്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ അത്ര സമയം ബസ് വൈകിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത് വരുന്നവർ, പോകുന്നവർ, നിൽക്കുന്നവർ, ബസ് ഏത് വരുന്നു, ബസ്സിൽ ആരൊക്കെയുണ്ട്, ബസ്സിന്റെ നിറം എന്താണ്, ബസ്സിന്റെ പേരെന്താണ്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നോക്കില്ലേ. അപ്പൊ അത്രത്തോളം നമ്മുടെ ആ മനസ്സിന്റെ ഊർജം അവിടെ എന്താവുകയാണ്, വേസ്റ്റ് ആവുകയാണ്. ये लीकेज ऑफ मेंटल एनर्जी है. അത് മനസ്സിന്റെ എനർജിയുടെ ലീക്കേജ് ആണ്, ചോർച്ചയാണ്. तो इसके ऊपर हमारा अटेंशन जाना है. दूसरी बात है कि समझो आप एक जगह बैठे हैं, आप इधर उधर नहीं देख रहे हैं, फिर भी आपका मन भटक सकता है. അതായത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടാകണം. നമ്മുടെ സങ്കല്പത്തിന്റെ ആ ഒരു എനർജി, അത് എനർജിയാണ്. അപ്പൊ അത് പാഴായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ വേണം. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, പക്ഷെ നിങ്ങളുടെ ദൃഷ്ടി ഒന്നിലേക്ക് മാത്രം ഇരിക്കും. പക്ഷെ ഉള്ളിൽ എന്താകും, മനസ്സ് പലയിടത്തും അലയുന്നുണ്ടാകാം. कैसे देखते हैं हम, इधर बैठे हैं, आपके घर जाके आ सकते हैं ना, 1 सेकंड में जा सकते हैं ना. कौन गया उधर, कौन गया? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ കണ്ണു ഇവിടെ ഉണ്ട്, ഇവിടെ ശരീരമുണ്ട്, പക്ഷെ നിങ്ങൾ വീട്ടിലേക്കൊന്ന് പോയി വാ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ആരെങ്കിലും ഇപ്പൊ പോയോ എന്ന് ചോദിക്കാണ് വായിച്ച്. അപ്പൊ ആരാണ് പോയത്? ഏതായാലും ദേഹം കൊണ്ട് പോകാൻ പറ്റില്ല, പക്ഷെ പോയത് ആരാണെന്നാ ചോദ്യം. बुद्धि गया ना आपका. ബുദ്ധിയല്ലേ അവിടത്തേക്ക് പോയത്? क्यों बुद्धि गया? എന്തുകൊണ്ട് അവിടത്തേക്ക് ബുദ്ധി പോയി? बुद्धि का ड्यूटी क्या है? ബുദ്ധിയുടെ ഡ്യൂട്ടി എന്താ? बुद्धि का ड्यूटी है देखना, क्योंकि ये बुद्धि है ना, आत्मा का आंख है, तो देखता है. ആത്മാവിന്റെ കണ്ണാണ് ബുദ്ധി. അതുകൊണ്ട് നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു അതവിടെ കാണുകയാണ് ചെയ്യുക.
तो आत्मा देखता है, आत्मा ग्रहण करता है, आत्मा याद रखता है, ये सभी बुद्धि का काम है। അപ്പൊ ആത്മാവിലാണല്ലോ ബുദ്ധി. അപ്പൊ ബുദ്ധി നമ്മൾ പറയും ആത്മാവാണ് കാണുന്നത്, ആത്മാവാണ് എന്താണ് ഗ്രഹിക്കുന്നത്, ആത്മാവാണ് അതിനെ ഓർത്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ആധാരത്തിൽ. और बुद्धि याद भी रखती है. ബുദ്ധി ഓർമ്മയും വെക്കും, കാണുന്നത് എന്തോ അതൊക്കെ ബുദ്ധി ഓർമ്മ വെക്കും. तो जहाँ बुद्धि रहता है वहाँ जरूर मन भी रहता है. അപ്പൊ ബുദ്ധി എവിടെയുണ്ടോ അവിടെ തന്നെ ആരുണ്ടാകും? കൂടെ മനസ്സും ഉണ്ടാകും. तो इधर बैठे हैं तो बुद्धि इधर उधर भटकता है, घर जाके आता है, किसी से बात करके आ जाता है, तो बुद्धि के साथ मन भी जाता है. संकल्प करता है बुद्धि, जिसके आधार पर बुद्धि जो देखता है उसके आधार पर मन संकल्प रचता है. അതായത് ബുദ്ധി എവിടെ പോകുന്നോ കൂടെ തന്നെ മനസ്സ് പോയി. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ശരി, പക്ഷെ നിങ്ങൾ വീട്ടിലൊക്കെ പോയി സഞ്ചരിച്ച് പറയേണ്ടവരോടെല്ലാം സംസാരിച്ച് ആരൊക്കെ കാണുന്ന അവരൊക്കെ കുറിച്ച് ചിന്തിച്ചായിരിക്കും പിന്നീട് ഇവിടത്തേക്ക് തിരിച്ചു വരാം. അപ്പൊ ബുദ്ധി സങ്കല്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ബുദ്ധി അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സതിൻ്റെ കൂടെ തന്നെ ചിന്തകൾ ഉണ്ടാക്കാൻ തുടങ്ങും. इसलिए बाबा बोलते हैं आपका मन और बुद्धि परमधाम में लटका रहना है. അതുകൊണ്ടാണ് ബാബ എപ്പോഴും നമുക്ക് നിർദ്ദേശം തരാറുള്ളത് തൻ്റെ മനസ്സും ബുദ്ധിയെയും പരന്താമത്തിൽ തന്നെ തൂക്കിയിടണം. तो एनर्जी सेव हो जाता है, एनर्जी बढ़ सकता है. അപ്പോൾ എനർജി വർദ്ധിക്കും, ഊർജം വർദ്ധിക്കുക മാത്രമല്ല ഊർജത്തെ നമുക്ക് മിച്ചം വെക്കാനും അതിനെ സമ്പാദിക്കാനും സാധിക്കും. तीसरी बात है, जब हम फ्री है तो हम मोबाइल देखते हैं, टीवी देखते हैं, न्यूज़पेपर देखते हैं, किसी से फ़ोन से बात करते हैं, ये सभी करते हैं ना. सो इससे क्या हो जाता है? मन चंचल हो जाता है, क्योंकि जितना जितना कर्मेंद्रिय हमको माहिती देता है, इन्फॉर्मेशन देता है, उसके आधार पर मन हमारा भटकता रहता है. जितना भटकता है उतना ശക്തി കം ഹോ ജാതാ ഹൈ. ഇപ്പൊ മനസ്സിന്റെ അലച്ചിലുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുകയെന്ന് ബായിജി പറയാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് സമയം ഒരു ഫ്രീ ടൈം കിട്ടിയെന്ന് വിചാരിച്ചു, ആ ഫ്രീ ടൈമിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യും? ഇപ്പൊ മൊബൈൽ സർവ്വസാധാരണ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കാം, ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാം, ടി വി നോക്കിക്കൊണ്ടിരിക്കാം. അപ്പം ഇതിൽ കൂടി എന്താ സംഭവിക്കുന്നത്? അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇന്ദ്രിയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പുറമേയുള്ള ഇൻഫോർമേഷൻ നമ്മളുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും കൂടി അതിലൂടെ ബുദ്ധി അലയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ എനർജി വീണ്ടും എന്താവും? ചോർച്ച ഉണ്ടാകാൻ അത് ആധാരമാകും. इसलिए हमारे ऊपर बहुत सख्त निगाह रहना चाहिए, अटेंशन रहना चाहिए. मेरा मन और बुद्धि कहाँ कहाँ जा रहा है, कहाँ जाना चाहिए, इसके ऊपर हमारा टेंशन चाहिए. അപ്പം അതുകൊണ്ട് എനിക്ക് എന്നിൽ തന്നെ പരിപൂർണമായിട്ടും അത്തരത്തിലുള്ളൊരു അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. എന്ന് വെച്ചാൽ സ്ഥൂല രൂപത്തിൽ നമുക്ക് പോകുന്നത് അറിയാം, പക്ഷെ സൂക്ഷ്മതയിൽ എൻ്റെ മനസ്സും ബുദ്ധി എവിടെയൊക്കെയാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏതിൻ്റെ കാരണത്താലാണ് എൻ്റെ ഉള്ളിൽ ആ ഒരു എനർജിയുടെ ലീക്കേജ് ഉണ്ടാകുന്നത്, ഇതൊക്കെ എനിക്ക് എന്നിൽ തന്നെ അറ്റൻഷൻ കൊടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. जब हमको इस शरीर को भूलना है तो हमारा मन और बुद्धि स्थिर हो जाना चाहिए, स्टेबल होना चाहिए. അതായത് ദേഹത്തെ എനിക്ക് മറക്കണമെങ്കിൽ ആദ്യം എൻ്റെ മനസ്സും ബുദ്ധി സ്ഥിരതയുള്ളതായിരിക്കണം. तो योग करने के टाइम में आपका शरीर भी हिलना नहीं चाहिए, आंखें भी हिलना नहीं चाहिए, मन भी हिलना चाहिए, बुद्धि भी हिलना नहीं चाहिए. അപ്പോൾ യോഗത്തിലിരിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ ദേഹത്തിനും യാതൊരു തരത്തിലുള്ള ഇളക്കം ഉണ്ടാകരുത്, നമ്മുടെ കണ്ണുകൾ പോലും ചലിക്കരുത്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും എവിടെയും അലയരുത്. तो शरीर को भूलना चाहिए, तो इसके लिए दो कंडीशन हैं. एक है वैराग्य भाव, दूसरा है प्रभु प्रेम. അപ്പൊ ശരീരത്തിനെ നമ്മൾ അത്തരത്തിൽ സുസ്ഥിരമാക്കി വെക്കണമെങ്കിൽ ഒന്ന് വൈരാഗ്യഭാവം വേണം, യോഗത്തിലിരിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രഭു ഈശ്വരനോട് അല്ലെങ്കിൽ ബാബയോടുള്ള പ്രേമം ഉണ്ടായിരിക്കണം. कालड़ी में आदि शंकराचार्य का जन्म हुआ, आपको मालूम है, 8वीं सेंचुरी में, 1200 ईयर्स बैक. उनको जब 8 बरस हुआ, उन्होंने संन्यास लेकर के अपने माता से परमिशन लेकर के चले गया.
और सारे भारत को घूम करके सन्यासियों का जो झुंड है उसको एक डिसिप्लिन बनाया, उसको एक बहुत अच्छा संगठन बनाया. അതായത് ആദി ശങ്കരാചാര്യരുടെ ജന്മം കാലടിയിലായിരുന്നല്ലോ. അപ്പോൾ ആദി ശങ്കരാചാര്യരാണ് ഈ സന്യാസിമാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതിനെ ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നത് അവരുടെ ജീവിത രീതി ഉണ്ടാക്കിക്കാൻ പ്രേരണ അല്ലെങ്കിൽ നിമിത്തമായത് ആദി ശങ്കരാചാര്യരാണ്. അപ്പോൾ അവർ 8ാം വയസ്സിലാണ് അവർ തൻ്റെ ലൗകിക ജീവിതത്തിൽ നിന്നും സന്യാസി ജീവിതത്തിലേക്ക് അമ്മയുടെ സമ്മതത്തോടു കൂടി ഇറങ്ങിയത്. അത് ലോകം മുഴുവൻ, ഭാരതം മുഴുവൻ ചുറ്റി അവർ അത്തരത്തിലൊരു സന്യാസിമാരുടെ സംഘടന രൂപീകരിക്കുകയായിരുന്നു. तो आदि शंकर ने he lived only for 32 years. 32 ವರ್ಷ, 32 years only, सिर्फ 32 years only he was living. 32 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നുള്ളൂ. तो इतना छोटे समय में उतना बहुत अध्ययन किया और बहुत पुस्तकें लिखे, बहुत व्याख्यान लिखे. ആ ചെറിയ കാലയളവിൽ തന്നെ വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിരുന്നു, അത്തരത്തിന് സാധനയും ചെയ്തിരുന്നു. तो उन्होंने एक बुक लिखा है, उसका नाम है वैराग्य डिमडिमा. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വൈരാഗ്യ ഡിംഡിമ എന്ന് പറഞ്ഞു. डिमडिमा मीन्स अपने शंकर का फोटो देखे हैं, उसका राइट हैंड में एक ऐसा ऐसा रहता है, ये इसको बोलते हैं डिमडिमा कन्नड़ा में. आवाज करता है, मीना जो सभी को बोलना है डिमडिमा है करके, मैं आया हूं करके बोलता है वो डिमडिमा. അതായത് ഡിംഡിമ എന്ന് പറഞ്ഞാല് അത് വാസ്തവത്തിൽ ശങ്കറിന്റെ കയ്യിൽ ഒരു ഡമറു കാണിക്കൽ, ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്, എന്തൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയാ, ഡമറു. डमरू का कन्नड़ा में बोलते हैं डमरू. तो उन्होंने उसमें लिखा है तस्मात् जागृता जागृता. इसके मतलब ये है कि इसीलिए आपको उठना है, आपको उठना है, ऐसा लिखा है. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ് സംസ്കൃതത്തിൽ പറഞ്ഞത്, അതായത് ഈ കാരണത്താൽ നിങ്ങൾ ഉണരണം ഉണരണം എന്നുള്ളത്. उन्होंने बोलता है कि आपके साथ कुछ नहीं आने वाला है, न पैसा आने वाला है, न संबंधी आने वाला है. तस्मात् जागृत जागृता. അപ്പൊ എന്തുകൊണ്ട് ഉണരണം ഉണരണം എന്ന് പറഞ്ഞു? കാരണം നിന്റെ കൂടെ വരാൻ ഒന്നും തന്നെ ഇല്ല, പണം വരികയില്ല, പദവിയോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഒന്നും തന്നെ കൂടെ വരുന്നതല്ല, അതുകൊണ്ട് നീ ഉണരുക തന്നെ വേണം എന്നാണ് അതിൽ പറയുന്നത്. इसलिए जागृता जागृता. दूसरी बात उन्होंने बोला है कि आपके अंदर चोर बैठे हैं. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ശങ്കരാചാര്യജി എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളില് ഒരു കള്ളനിരിപ്പുണ്ട്. वो चोर किसका चोरी करता है? जो आपने अंदर में ज्ञान को रखा है, अज्ञान का चोरी ये चोर करते हैं. അപ്പൊ ആ കള്ളൻ എന്താണ് നിങ്ങളിൽ നിന്നും കട്ടെടുക്കുന്നത്? നിങ്ങളുടെ അകത്ത് ഇരിക്കുന്ന ജ്ഞാനത്തെയാണ് കട്ടെടുക്കുന്നത്. तस्मात् जागृता जागृता. इसीलिए അതുകൊണ്ട് നീ ഉണര് എന്നാണ് അതിൽ പറയുന്നത്. और शंकर जी ने ये भी बोला है कि दुनिया में बहुत दुख है. 1200 days बैक उन्होंने बोला दुनिया में बहुत दुख है. आज कितना दुख रहेगा? 1200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ശങ്കരാചാര്യരുടെ ജന്മാണെങ്കിലും അവരുടെ ഈ സാധനയൊക്കെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വാക്യാണ് ഈ ലോകം നിറയെ ദുഃഖമാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പറയണം? तो दुख ज्यादा है और शरीर का ये एज भी घटता जा रहा है, कम होता जा रहा है. इसलिए तस्मात् जागृता जागृता. അപ്പൊ അന്ന് തന്നെ പറഞ്ഞ വാക്യാണിത്. അതായത് ലോകത്തിൽ ദുഃഖം വർദ്ധിക്കുക മാത്രമല്ല, മനുഷ്യന്റെ ആയുസ്സും കൂടി കുറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഉണര് ഉണര്. तो यदि दुख आता है तो लोग परमात्मा को याद करते हैं. ദുഃഖം വരുമ്പോഴാണല്ലോ ജനങ്ങൾ പരമാത്മാവിനെ ഓർമ്മിക്കുന്നത്.
शंकराचार्य ने यह भी कहा है कि यदि आपको दुख आता है, दुख को आप ट्रांसफॉर्म कर सकते हैं सुख के लिए। ശങ്കരാചാര്യർ ഇതും കൂടി പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ദുഃഖം ഉണ്ട് എങ്കിൽ അതിനെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്താനും സാധ്യമാണ്. मैं आपको एक दो एग्जाम्पल्स देता हूँ, ये कैसे दुखों को सुख में बदल सकता है। अमेरिका में एक फुटबॉलर था। फुटबॉलर एक वहाँ तो फुटबॉल ग्रुप्स रहता है ना, फुटबॉल क्लब रहता है ना, जैसे केरला फुटबॉल क्लब ऐसा रहता है ना, ऐसा एक फुटबॉल क्लब में वो खेलता था। उसका पिताजी को दोनों आंख नहीं थे, फिर भी उन्होंने जब भी बेटा खेलता था वो स्टेडियम में आकर के बैठ जाता था। അതായത് ഒരു എങ്ങനെ ദുഃഖത്തെ സുഖത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിന് ഉദാഹരണം നേരെ ഒരു കഥ പറയാണ്, നടന്ന കഥ. അതായത് അമേരിക്കയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാലോ, ഫുട്ബോൾ ടീമുണ്ട്, ഫുട്ബോൾ ക്ലബ്ബുണ്ട്. അങ്ങനെ ആ ക്ലബ്ബിൽ ആ കുട്ടി കളിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ അച്ഛന് 2 കണ്ണുകളും കാണാൻ വയ്യ. എന്നാൽ പോലും മകൻ കളിക്കുന്ന സമയത്ത് അച്ഛൻ ആ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുമായിരുന്നു. तो एक दिन उन्होंने बहुत अच्छा खेला, इतना अच्छा खेला, सब उनका जो कोलिग्स है ना, जहाँ साथ में खेलने वाले, उनको बहुत आश्चर्य लगा, इतना अच्छा खेल सकता है ये भाई। അപ്പം ആ ഫുട്ബോൾ പ്ലെയർ കുറേ മാച്ചുകളൊക്കെ ചെയ്തതായിരിക്കാം. പക്ഷെ അന്നത്തെ മാച്ചിൽ ആ കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. അപ്പോൾ കൂടെയുള്ള മറ്റു ടീം അംഗങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് തന്നെ ആശ്ചര്യം തോന്നി, കുട്ടി ഇത്രയും നല്ലോണം എങ്ങനെയാണ് കളിച്ചത്. तो गेम हो गया। उसके बाद उनके फ्रेंड्स ने उससे पूछा, आज क्यों इतना अच्छा खेला, कोई भी दिन इतना अच्छा आप नहीं खेला था, आज इतना अच्छा क्यों आपने प्ले किया। उन्होंने बोला कि मेरा डैडी आज शरीर छोड़ा सुबह, मैंने उनका संस्कार करके इधर आया हूँ खेलने के लिए। उनको 2 आंख नहीं थे, आज उन्होंने स्टेडियम में बैठे थे, वो देख सकते थे, इसलिए मैंने इतना अच्छा खेल किया। അപ്പൊ അന്ന് കളി കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടെയുള്ളവരൊക്കെ അന്വേഷിച്ചു, ഇന്ന് മാത്രം നീ എന്ത് ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു കളി കളിച്ചത് എന്ന്. അപ്പൊ ആ പ്ലെയർ പറഞ്ഞു, ഇന്ന് എൻ്റെ അച്ഛൻ ദേഹം വിട്ടിരുന്നു, ഞാൻ ആ ദേഹ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ പന്തയത്തിൽ പറഞ്ഞാൽ ഈ ഒരു മാച്ചിൽ കളിക്കാൻ വന്നത്. അന്ന് എൻ്റെ അച്ഛന് 2 കണ്ണുകൾ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് എൻ്റെ അച്ഛൻ സ്റ്റേഡിയത്തിലിരുന്ന് എന്ന് വെച്ചാൽ അവരത് പ്രസൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നല്, അവർ കാണുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്, ആ ഒരു സന്തോഷത്തോടെയാണ് കളിച്ചത്. ऐसे दुख को हैप्पीनेस में कन्वर्ट कर सकते हैं। അതാണ് ബായിജി പറയുന്നത്, ദുഃഖം ഉണ്ടെങ്കിലും അതിനെ സന്തോഷത്തിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയും. हमको यदि दुख होता है, किसी ने कुछ बोला है, कुछ हो गया है, हमको क्या करना है? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാം, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം, അപ്പൊ വേദനയോ ദുഃഖവും ഉണ്ടാകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? हमको ज्यादा पुरुषार्थ करना है। आपको जिसमें खुशी है, मुरली में खुशी है तो मुरली ज्यादा पढ़ना है, योग में खुशी है तो योग ज्यादा करना है, सेवा में खुशी है ज्यादा सेवा करना है। तो दुख है ना, अंदर का दुख, वो परिवर्तन हो जाता है। ഇപ്പൊ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സങ്കടം വന്നു പോയാൽ, തങ്ങിക്കിടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ദുഃഖം വേദന ഉള്ളിലുണ്ട്, പക്ഷെ ആ കുട്ടി നല്ലോണം കളിച്ചപ്പോൾ ആ ഒരു ദുഃഖം സന്തോഷത്തിലേക്ക് മാറിയതെന്ന പോലെ ബായിജി പറയണേ, നമ്മുടെ ഉള്ളിൽ ദുഃഖം എന്തെങ്കിലും വന്നാരെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ചെയ്തു കാരണം കൊണ്ടാണെങ്കിൽ നമുക്ക് ഏതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് താല്പര്യമുള്ളത്, അത് മുരളിയിലാകാം, പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മുരളിയിൽ നല്ലോണം ശ്രദ്ധ കൊടുത്ത് വായിക്കുക, യോഗത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് കുറച്ച് സമയത്തേക്ക് യോഗത്തിൽ മുഴുകിയിരിക്കുക, അല്ല സേവനത്തിലാണെങ്കിൽ ആ ദിവസം ഒത്തിരി സേവ ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ആ ദുഃഖം അങ്ങനെ തന്നെ മാഞ്ഞു പോകും. तो जितना हम हमारा एफर्ट डालते हैं उतना हमको शरीर को भूल सकते हैं। അപ്പൊ എത്രമാത്രം ഈ രീതിയിൽ ഞാൻ ശ്രമിക്കുന്നു, പരിശ്രമിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു എന്ന് വെച്ചാൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ഉണ്ടാകും ഈ ദേഹത്തിന്റെ ബോധം നമുക്ക് മറക്കാൻ പറ്റും. और एक एग्जाम्पल मैं आपको बोलता हूँ, मल्लापुरम डिस्ट्रिक्ट है ना, मल्लापुरम में एक डिस्ट्रिक्ट कलेक्टर आए थे। आप कलेक्टर बोलते हैं, डिप्टी कलेक्टर बोलते हैं ना,
डिस्ट्रिक्ट कलेक्टर आए थे। उनका नाम था रानी मोइमा, वो झारखंड के हैं। മലപ്പുറത്ത് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നു. അവരുടെ പേര് ജാർഖണ്ഡിലെ ഒരു വ്യക്തി റാണി മോയിമ. झारखंड से आए थे, उनका नाम है रानी मोइमा। तो नए नए आए थे तो एक लेडीज कॉलेज में, गर्ल्स कॉलेज में एक फंक्शन था। उन्होंने जा कर के कलेक्टर से बोला, हमारे कॉलेज में फंक्शन है, आप अभी अभी आए हैं, हमारे कॉलेज में आप आना, हमको थोड़ा इंस्पिरेशन देना, ऐसे उन्होंने बोला। उन्होंने हाँ किया और आया। മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഒരു വിമൻസ് കോളേജിലേക്ക് അവർക്ക് ക്ഷണം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടല്ലേ വന്നിരിക്കുന്നത്, ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ഇവിടെ ചുമതലയേറ്റപ്പോൾ അവരെ ക്ഷണിച്ചു, നിങ്ങൾ നമ്മുടെ കോളേജിലേക്ക് വരണം, നിങ്ങളിലൂടെ ഒത്തിരി ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അവരെ ക്ഷണിച്ചു. അവർ പോവുകയും ചെയ്തു. तो प्रोग्राम शुरू हुआ और सब प्रोग्राम हो गए। रानी मोइमा ने भाषण किया, उसके बाद क्वेश्चन आंसर सेशन रखा था। അതായത് പോവുകയും ചെയ്തു, ഫംഗ്ഷൻ നടക്കുകയും ചെയ്തു. ആ ഫംഗ്ഷനിൽ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അപ്പോൾ പ്രഭാഷണം നടന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തുടങ്ങി. तो एक लड़की ने उठ करके पूछा कि आप फेस पाउडर क्यों नहीं लगाते? അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു കളക്ടറോട്, താങ്കൾ എന്തുകൊണ്ടാണ് ഫേസ് പൗഡർ ഉപയോഗിക്കാത്തത്, പൗഡർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? क्योंकि डिस्ट्रिक्ट कलेक्टर ने बहुत सिंपल थी, उन्होंने बोला कि मैं आपका प्रश्न को उत्तर दे सकता हूँ, लेकिन आप मुझे थोड़ा टाइम देंगे? അപ്പൊ ഉടനെ ഉത്തരം നൽകിയില്ല. ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞു, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്, പക്ഷെ കുറച്ച് സമയം തരാമോ എന്ന് ചോദിച്ചു. तो इन्होंने बोला, मैं झारखंड से आया हूँ, बचपन से हम बहुत दुख देखे हैं, हम जंगल में काम करते थे, हमारा फैमिली, मेरा फैमिली में माता पिता, 2 भाई और 2 बहनें, 6 लोग थे हमारा फैमिली में। അപ്പൊ ആ സഹോദരി പറഞ്ഞു, കളക്ടർ പറഞ്ഞു, ഞാൻ ജാർഖണ്ഡിൽ നിന്നാണ് വരുന്നത്, വളരെയധികം നിർധന പരിവാരത്തുനിന്നും കാട്ടിൽ പോയി കൺവറ ആ തരത്തിലൊരു ജീവിതം. അവരുടെ വീട്ടിൽ 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതായത് 2 സഹോദരിമാരും 2 സഹോദരന്മാരും അച്ഛനും അമ്മയും കൂടിയൊരു കുടുംബമായിരുന്നു അവരുടേത്. അപ്പോൾ ഒത്തിരി ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ കുട്ടിനാൾക്ക് മുതലേ കണ്ടു വളർന്നതായിരുന്നു. पूरा फैमिली अनपढ़ था, कोई कुछ पढ़ाई नहीं था, പഠിപ്പുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ആ കുടുംബത്തിൽ. तो जो भी माइनिंग करते थे, जंगल में माइनिंग होता था, माइनिंग में काम करने के लिए इस फैमिली चाहता था। അപ്പൊ കാട്ടില് माइनिंग मीन्स गणी बोलते हैं कन्नड़ा में। കുഴിച്ചെടുക്കുക, സ്വർണ്ണ, ജാർഖണ്ഡ് എന്തോ കുഴിച്ചെടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഖനി. वो वहाँ एक आइटम मिलता था, वो है मैका। मैका मीन्स कागे बंगारा ಅಂತ ಹೇಳ್ತೀವಿ ನಾವು. मैका, मैका मीन्स जो बहुत शाइनिंग होता है, लाइक सिल्वर, और ट्रांसपेरेंट रहता है, देखने में बहुत अच्छा लगता है, ये वहाँ मिलता है बहुत, उसका माइन रहता था उधर। മൈക്ക പറഞ്ഞൊരു വസ്തു പറഞ്ഞാൽ കാക്കപ്പൊന്ന് എന്ന് പറയുന്നത് പോലെ അത് കുഴിച്ചെടുക്കുന്ന ഒരു ഇതിലായിരുന്നു ഒരു ജോലി ചെയ്തിരുന്നത്. वहाँ जो माइनिंग का लीज लेता है सरकार से, उन्होंने छोटे बच्चों को लेकर के जाता था, क्योंकि वो माइन छोटा छोटा रहता था, डीप डेप्थ में जाने लगता था, तो वहाँ ज़्यादा जगह नहीं था अंदर जाने के लिए। बड़ा शरीर वाले कम जा सकते थे, छोटा शरीर वाले घुस जा सकते। घुस करके उनको क्या करना है, ऐसा 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 करके, ये मड है ना, मड के अंदर ये मैका को लेकर के बाहर आ सकते थे ये छोटे छोटे बच्चे, इसलिए उनको ले जाते थे. അപ്പൊ ഈ മൈക്ക പറഞ്ഞ ഈ മെറ്റൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ദ്വാരല്ലേ ഉണ്ടാക്കുള്ളൂ,
അപ്പം അതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ കുട്ടികളെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കാരണം ലീസിനാണ് ഇവർ പ്ലോട്ട് എടുക്കുക, പറഞ്ഞാൽ ഈ മുതലാളിമാർ സർക്കാരിൽ നിന്നും. അപ്പോൾ ഈ കുട്ടികളെയാണ് കൂടുതൽ ഉപയോഗിക്കാറ്. വലിയ ശരീരം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല, ഒത്തിരി ദൂരമല്ല, പക്ഷെ അവിടെ നിന്ന് ഈ വാരി എടുത്ത് വീണ്ടും തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചു വരണം. അതുകൊണ്ടാണ് കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. तो उनका तनख्वाह बहुत कम था, वहाँ कुछ स्कूल नहीं था, वहाँ कुछ डिस्पेंसरी नहीं था, हॉस्पिटल नहीं था, कुछ नहीं था, और खाने के लिए स्वयं उन्होंने पकाना था अपने जो झोपड़ी में। झोपड़ी के अंदर पानी आता था जब बारिश आता है, इसी में उनको सोना है, उसी में उनको खाना पका के खाना है, ऐसा जीवन था उसका. അപ്പോൾ അവരുടെ ജീവിതം അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു ചെറിയൊരു കുടിയിൽ. അപ്പോൾ ഇവർ ഇതൊക്കെ ചെറിയൊരു ശമ്പളം ഉണ്ടാവുള്ളൂ, തുച്ഛമായിരിക്കുന്ന ഒരു ശമ്പളമേ അവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ വലിയൊരു പുരോഗതി ഇല്ലാത്തൊരു കൊച്ചു ഗ്രാമം, അവിടെ ഡിസ്പെൻസറിയോ ഹോസ്പിറ്റലോ അഥവാ അങ്ങനെ വലിയ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കൊച്ചു ഗ്രാമം, സ്കൂളും ഇല്ല അവിടെ. तो एक दिन ऐसा हुआ कि ये रानी, इसका नाम रानी, ये रानी झोपड़ी में खाना पकाती थी. बहुत जोर बारिश आया उस दिन. क्या हुआ बाकी 5 भी माइनिंग के अंदर गए थे कुछ काम करने के लिए, तो इतना जोर बारिश आ गया और माइन के अंदर पूरा पानी भर गया. वो सभी वहाँ शरीर छोड़ दिए. അപ്പോൾ ഈ കളക്ടറിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ ഒരു ദിവസം റാണിയായിരുന്നു ഭക്ഷണം പാചകം ഉണ്ടാക്കിയിരുന്നത് കുടിലിൽ. ബാക്കി 5 പേരും ഈ കുഴിക്കുന്ന ഇതിലേക്ക് പോയിരുന്നു. അപ്പം അന്നത്തെ ദിവസം വലിയൊരു മഴ വരികയും അവർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഴിയിലേക്ക് തന്നെ പൂർണ്ണമായി വെള്ളം നിറയുകയും ചെയ്തു. അതോടെ അവർ 5 പേരും അതിൽ ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു, മരണപ്പെടുകയും ചെയ്തു. लड़की क्या करेगी? അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി എന്ത് ചെയ്യും? गवर्नमेंट में इसका एक रिहैबिलिटेशन सेल में डाला. ये बहुत होशियार थी बच्ची, बहुत अच्छा पढ़ा, IAS किया, फिर डिस्ट्रिक्ट कलेक्टर होके मल्लपुरम आई. तो उन्होंने बोला कि मैं किस चीज़ के लिए फेस पाउडर डालूं, कौन है मेरा? कोई भी नहीं है. സർക്കാർ ആ കുട്ടിയെ ഏറ്റെടുക്കുകയും ചെയ്തു. കുട്ടിക്ക് വേണ്ട പഠിത്തം കാര്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അങ്ങനെ ആ കുട്ടി IAS പൂർത്തീകരിച്ച് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു മലപ്പുറത്ത് ഡിസ്ട്രിക്ട് കളക്ടറായിട്ട്. അപ്പം ആ കുട്ടി ചോദിച്ചു ആ കുട്ടിയോട്, പൗഡർ എന്തുകൊണ്ട് ഇട്ടില്ല, ഫേസ് ക്രീം ഇട്ടില്ല, കുട്ടികൾ ഇന്ന് അതല്ലേ കാണുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ആരെ കാണിക്കാനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുഖത്ത് ഈ പൗഡറൊക്കെ ഇടേണ്ടത്? उन्होंने बोला कि मैं जो सेवा करता हूँ, जो गरीब लोग आते हैं मेरे पास, उनको मैं बहुत सेवा करता हूँ, उनका हेल्प करता हूँ, वही मेरा संतोष है, वही मेरा हैप्पीनेस है, वही मेरा सुख है. അപ്പം ആ സഹോദരി കളക്ടർ പറഞ്ഞു പോലും, എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി നിർധന കുടുംബത്തിൽ നിന്ന് വരുന്ന അവരുടേതായിരിക്കുന്ന പ്രയാസങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ചെയ്തു കൊടുക്കുന്നതിലാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു. ऐसा जब दुख आता है बोल नहीं सकते कैसे दुख आता है. बाबा ने बोलता है ये अंतिम समय, कभी भी कुछ भी हो सकता है, कुछ भी गारंटी नहीं है. जब हमको ऐसा हो जाता है, यदि हम अकेले बन जाते हैं, सारे लोग मर जाते हैं, कहीं गायब हो जाते हैं, हमको क्या करना है? അപ്പോൾ ദുഃഖം ഒരിക്കലും പറഞ്ഞ് ഇൻവിറ്റേഷൻ തന്നിട്ടൊന്നുമല്ലല്ലോ വരാറ്. അപ്പോൾ ഇതേപോലൊരു സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നു എങ്കിൽ, അതോ വരുന്നു എങ്കിൽ, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ സാഹചര്യം ഉണ്ടാകുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? इसलिए आपको वैराग्य रखना है. वैराग्य रखना ऐसा है कि एक बाप दूसरा ना कोई, ऐसा वैराग्य रखना है. അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും നമുക്ക് വിരക്തി വേണം. എന്നുവെച്ചാൽ ഈ ലോകത്തിലൊന്നും നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടെ വരില്ല എന്നുള്ളത് ഉറപ്പല്ലേ. അതുകൊണ്ട് വൈരാഗികളാവുക എന്ന് വെച്ചാൽ എൻ്റെതായ ഒരു ഭാവം മാത്രം. तो बाबा बोलते हैं कि पुरुषार्थ माना तीव्र पुरुषार्थ करना. अभी मम्मा तीव्र पुरुषार्थ के लिए एक बात बोले हैं. व्हाट इज द डेफिनेशन ऑफ तीव्र पुरुषार्थ?
അപ്പോൾ ബാബ ഇപ്പോൾ പറയാറുണ്ട് സമയത്തിനനുസരിച്ച് പുരുഷാർത്ഥമല്ല തീവ്ര പുരുഷാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ മമ്മ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പറയാറുണ്ട്. मम्मा ने डेफिनेशन ये की है कि बाबा ने बोला मैंने किया. അതിൽ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ഒരു അർത്ഥം ഇതാണ്. മമ്മ പറയാറുള്ളത് ബാബ പറയുന്നു, ഞാനത് ചെയ്യുന്നു. आज बाबा ने क्या बोला है, सबको बहुत दुखी लोग हैं, मुझे सुनाई पड़ता है, आपको सुनाई नहीं पड़ रहा है, सबको सुख शांति के आंचली देना है, ऐसा बोला है ना. ഇന്ന് ബാബ നമ്മൾ കുട്ടികളോട് പറഞ്ഞത് എന്താ? ലോകത്തിൽ ഒത്തിരി ദുഃഖിതരായിരിക്കുന്ന ആത്മാക്കളുടെ നിലവിളികളും മുറകളും അല്ലെ വേദനകളും സങ്കടങ്ങളും ഒക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവർക്ക് സുഖം ശാന്തിയുടെ ഒരു തുള്ളികൾ നിങ്ങൾ നൽകേണ്ടേ എന്ന് പറഞ്ഞു. जो उसी दिन वो करता है वो तीव्र पुरुषार्थी है. അപ്പൊ ആ ദിവസം ബാബ എന്ത് പറയുന്നോ അതനുസരിക്കുക, അത് ചെയ്യുക, അതിനെയാണ് തീവ്ര പുരുഷാർത്ഥി എന്ന് പറയുന്നത്. हार्ड वर्क के बजाय कुछ नहीं मिलने वाला है. അതായത് നമ്മൾ അധ്വാനിക്കാതെ ഒന്നും നേടാൻ പറ്റുകയില്ല. हार्ड वर्क के लिए एक एग्जाम्पल है, मैं आपको देता हूँ कि लौकिक में कैसे हार्ड वर्क होता है. ലൗകികത്തിൽ എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യുക, അധ്വാനിക്കുക അല്ലെ? അധ്വാനിക്കാതെ നമുക്കൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ലൗകികത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ കേൾപ്പിക്കാം. ये भी केरला के ही है, वयनाड का. वयनाड जिला में एक बहुत छोटा गांव था, अभी है. उसमें एक लड़का, घर में बहुत गरीबी है, फादर तो इधर उधर काम करके कुछ लाता है तो घर में कुछ खा सकते हैं, नहीं तो नहीं, ऐसा सिचुएशन था. അതായത് വയനാട്ടിലൊരു കഥയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പയ്യനെ കുറിച്ച് പറയുകയാണ്. ആ പയ്യന്റെ വീട്ടില് അച്ഛൻ ജോലിക്ക് പോകും, അച്ഛൻ ജോലി ചെയ്ത് അവിടെ ഇവിടെ എന്തൊക്കെയോ ജോലി ചെയ്ത് അതിൽ വല്ലതും കിട്ടിയാൽ അന്ന് വീട്ടില് തീ പുകയും പറഞ്ഞാൽ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. इस लड़का का नाम था मुस्तफ़ा. ആ കുട്ടിയുടെ പേരായിരുന്നു മുസ്തഫ. मुस्तफ़ा ने 6 क्लास में फेल हो गया, 6ठी क्लास में, 6th स्टैंडर्ड में. 6ാം ക്ലാസ്സിൽ അയാള് ഫെയിൽ ആവുകയും ചെയ്തു. तो उनके फादर आकर के पूछा कि मेरा बच्चा क्यों फेल हो गया. तो उनका क्लास टीचर बोला, इस कुछ नहीं कर सकता है, इसको लेके जाओ, ऐसा बोल दिया. അപ്പൊ അച്ഛൻ സ്കൂളിൽ വന്ന് ചോദിച്ചു, മോൻ എന്തെങ്ങനെ ഫെയിലായി പോയത് 6ാം ക്ലാസ്സിൽ? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഈ കുട്ടി കൊണ്ടൊന്നും പറ്റില്ല, ഇവനെ വെറുതെ സ്കൂളിൽ വിടുന്ന വീട്ടിൽ കൊണ്ടേ ഇരുത്തുന്ന് പറഞ്ഞു. तो उसका पिताजी ने उसको घर लेके गया, उनको बोला आज से कुछ पढ़ना लिखना कुछ भी नहीं, मेरे साथ काम करो, आपको भी 10 बरस हो गया, आप भी मेरे साथ काम करके थोड़ा पैसा कमाओ. അപ്പൊ അച്ഛൻ മോനോട് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെയല്ലേ പറഞ്ഞു വിട്ടത്. അപ്പൊ അച്ഛൻ മോനോട് പറഞ്ഞു, നീ എന്തായാലും 10 വയസ്സായില്ലേ, ഇപ്പൊ എന്തായാലും ഫെയിലും ആയി, ഇനി നീ പഠിക്കാനൊന്നും പോകണ്ട, പഠിപ്പ് ഇതോടെ നിർത്തിക്ക്, നീ എൻ്റെ കൂടെ ജോലിക്ക് വാ, വല്ലത് പണം സമ്പാദിക്കാം. नेक्स्ट डे और एक टीचर आया उनके घर में, उसका नाम था मैथ्स टीचर मैथ्यू. അപ്പൊ അടുത്ത ദിവസം ആദ്യത്തെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വിട്ടു. പിറ്റത്തെ ദിവസം അതേ സ്കൂളിൽ നിന്ന് ടീച്ചർ വന്നു. മാത്സ് ടീച്ചറായിരുന്നു, കണക്കിന്റെ ടീച്ചർ മാത്യു സർ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി അവരുടെ വീട്ടിലേക്ക് വന്നു. फादर को बोला, आपका लड़का है ना, आज ऐसा है, उनमें उसके अंदर बहुत शक्ति है, बहुत अच्छा दिमाग है, आप उनको ज़रूर स्कूल भेजना, मैं उनको तैयार करता हूँ, ऐसा बोल करके गया. तो मैथ्यू टीचर के नाम के ऊपर उनके फादर ने अपने बच्चे को फिर से दाखिल किया. അപ്പൊ ആ കണക്ക് സാർ പറഞ്ഞ പ്രകാരം വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞു, ഇന്ന് ആ കുട്ടി ഫെയിലാണ് ശരി തന്നെ, പക്ഷെ ആ കുട്ടി മുന്നോട്ട് നല്ല വിദ്യാഭ്യാസം നേടാനും നല്ല ബുദ്ധിശാലി കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടീനെ സ്കൂൾ മുടക്കരുത്, തിരിച്ച് സ്കൂളിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ആ ഒരു വിശ്വാസത്തോടു കൂടി വീണ്ടും കുട്ടിയെ സ്കൂളിൽ ചേർത്തി. तो लड़का अच्छा पढ़ने लगा, 10th में फर्स्ट क्लास किया. उसके बाद थोड़ा थोड़ा पैसा इकट्ठा करके इंजीनियरिंग किया, बेंगलोर आया, बेंगलोर में उसको कुछ काम मिला. उसके बाद दुबई गया, दुबई में 2-3 बरस रहा. वहाँ दुबई में जब रहता था उसका अंदर एक मन में संकल्प आया
मुझे कुछ करना है, मुझे कुछ करना है। कितने दिन मैं दूसरों के लिए लिखना पढ़ना काम करना है, मुझे कुछ काम करना है, ऐसा चिंतन करके ബാംഗ്ലൂർ വാപ്പസ് ആ ഗയാ. ആ കുട്ടി നല്ല രീതിയിൽ പഠിക്കും. നേരത്തെ അച്ഛൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം. അങ്ങനെ കുട്ടി 10ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ പണം സ്വരൂപിച്ച് എഞ്ചിനീയറിങ് ചെയ്തു. എഞ്ചിനീയറിങ് പാസ്സായി. അതിനുശേഷം ബാംഗ്ലൂർ പോയി ഒരു ജോലി കിട്ടി. ജോലി അവിടെ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ ദുബായിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. അവിടെ ജോലി സംബന്ധമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരാൻ തുടങ്ങി. ഞാൻ ഈ മറ്റുള്ളവരുടെ കീഴിൽ എന്തിനാണ് ജോലി ചെയ്യേണ്ടത്, എനിക്ക് വേറെന്തെങ്കിലും ചെയ്യണം എന്നുള്ള അവരുടെ മനസ്സിൽ ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർ വന്നു. 2003 ईयर था, 2003. तो 2003 में वापस आया और उन्होंने सोचा मैं बेंगलुरु में जो घर में इडली डोसा जो बनाते हैं उनको मैं हेल्प करूं. ऐसा उन्होंने कुछ रेंट में एक जगह लिया. उसके अंदर एक ये बहुत बड़ा यह था ना जो बैटर करने के लिए ग्राइंडर लिया, सेकंड हैंड ग्राइंडर लिया, कुछ यूटेंसिल्स लिया और पैकिंग मटेरियल ला करके 1-2 अपने फैमिली मेंबर्स को लेकर के शुरू किया. ഇപ്പോൾ ബാംഗ്ലൂർ വന്നപ്പോൾ അവിടെ നമുക്കറിയാലോ ഒത്തിരി ഇങ്ങനെ പേയിങ് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അപ്പോൾ ആ ചിന്ത വന്നു എന്തുകൊണ്ട് എനിക്ക് ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വിറ്റുകൂടാന്നുള്ളത്. അപ്പം അങ്ങനെ ബാംഗ്ലൂരിലെത്തി സെക്കൻഡ് ഹാൻഡ് ഗ്രൈൻഡർ വാങ്ങിച്ചു. പിന്നീട് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു. അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ 2 സഹയോഗികളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു കാര്യം അവർ ചെറിയൊരു വാടകയ്ക്ക് വീടെടുത്ത് അവിടെ തുടങ്ങി. तो पहला दिन गया, इडली बैटर बना के, डोसा बैटर बना के पैक करके गया. होटल्स में गया, बैटर लाया हूँ, आप यूज़ कर सकते हैं. और मॉल्स में गया, वहाँ दिया. कोई भी एक भी नहीं लिया, सब वापस भेज डाला. അപ്പോൾ ഇവർ മാവ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇഡ്ഡലി ഉണ്ടാക്കുക ദോശ. അപ്പോൾ ദോശമാവ് ഇഡ്ഡലി മാവാണ് ആദ്യം വിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചില ഹോട്ടലുകാരടുത്ത് പോയി അവരോട് ചോദിച്ചു, മാളുകളിൽ പോയി അവരോട് ചോദിച്ചു. എവിടെയും ഇവരുടെ ഈ മാവ് വിൽക്കപ്പെടാൻ സാധിച്ചില്ല. लेकिन हर दिन ये जाता गया, मॉल में जाता था, इधर जाता था, उधर जाता था. धीरे धीरे डिमांड बढ़ गया. अभी मुस्तफ़ा कहाँ है आपको चिंतन भी नहीं कर सकते. उनका कंपनी 4000 करोड़ रुपीस का वैल्यू है. 4000 करोड़ KPS മുസ്തഫ. അയാളുടെ പേര് പറഞ്ഞല്ലോ, KPS മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ചെറിയ തോതിൽ ഈ മാവ് വിൽക്കാൻ തുടങ്ങി. 1 ദിവസം 2 ദിവസം പോകും, ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല. എന്നാലും മടിച്ചു നിൽക്കാതെ തുടർന്ന് ഇവർ ചെയ്ത് ഇന്ന് ഏറ്റവും വലിയൊരു സമ്പന്നനായിട്ട് KPS മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി 4000 കോടിയുടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. 4000 crores. 6th standard fail. 6ാം ക്ലാസ് തോറ്റു. अभी उनका माल 65 कंट्रीज के लिए एक्सपोर्ट होता है बैंगलोर से. 65 കൺട്രീസിലേക്ക് ദേശങ്ങളിലേക്ക് ഇവരുടെ ഈ മാവ് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. उसका पीछे क्या है? डिटर्मिनेशन है, सेल्फ बिलीफ है, हार्ड वर्क है. അപ്പം അതിൻ്റെ പുറകിൽ എന്തായിരുന്നു? ഒന്ന് സ്വയം തന്നിലുള്ള വിശ്വാസം, രണ്ടാമത്തെ ദൃഢത, മൂന്നാമത്തത് പ്രയത്നാധ്വാനം. बाबा बोलते हैं आप अभी ऐसे बैठे हैं, कल आप देवता बनेंगे. लेकिन देवता बनने के ऐसे बैठने से नहीं होगा, कुछ करने का है ना, करना है. അപ്പോൾ ബാബ തന്നെയല്ലേ നമ്മളോടും പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നു, നാളെ നിങ്ങൾ സത്യോഗി ദേവതകളായി മാറുന്നു. അപ്പോൾ ബാബ അതിൽ നമുക്ക് മനസ്സിലാക്കി ഇങ്ങനെ കേവലം വെറുതെ ഇരുന്നത് കൊണ്ടൊന്നും സത്യോഗി ദേവതയാവുകയില്ല. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. तो जब इसमें हम लगते हैं कुछ करना है, मुझे ऐसा गुण धारण करना है, मुझे शक्ति धारण करना है, मुझे मनसा सेवा करना है, तो शरीर को भूलना हो सकता है. അപ്പം നമ്മുടെ ഉള്ളിലും ആ സങ്കല്പങ്ങൾ വരണം. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം,
ഗുണങ്ങൾ ധാരണ ചെയ്യണം, ശക്തികൾ ധാരണ ചെയ്യണം, മനസ്സാ സേവ ചെയ്യണം. ഇത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു ത്വര നമ്മളുടെ ഉള്ളിൽ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ബാബ പറയുന്നത് പോലെ ആയിത്തീരുവാൻ സാധിക്കൂ. तो जितना हमको करते 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 हम शरीर भूल सकते हैं, तो बाबा को हम ज़्यादा प्यार से हमारा कनेक्शन रह सकता है. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ, ആ ഒരു പുരുഷാർത്ഥത്തെ നമ്മൾ തുടരെ ചെയ്യുമ്പോൾ, ആ ഒരു ത്വരയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്തെ മറക്കാനും ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കാനും സാധിക്കും. ഓം ശാന്തി. താങ്ക് യു. ഒരു മിനിറ്റ് എല്ലാവർക്കും ബാബയെ ഓർമ്മിക്കാം. योगी पवित्र जीवन कितना सुखद सलो